ഹായ് സ്റ്റുഡൻസ്, കുസാറ്റ് കാറ്റ് 2025 നമ്മൾ നടത്തുന്ന ക്രാഷ് കോഴ്സിന്റെ 7ാമത്തെ വീഡിയോ ആണ്. നമ്മൾ തൊട്ടു മുന്നേയുള്ള ക്ലാസ്സിൽ കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. MC എൻട്രൻസിനും MSCക്ക് ഒരുപോലെ ഉപകാരപ്പെടുന്ന കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് മെട്രിക്സ് തിയറി ആണ്. അതായത് +1 +2 ക്ലാസ്സുകളിൽ മെട്രിക്സ് തിയറി പഠിക്കുന്നുണ്ട്. അതുപോലെ കോംപ്ലിമെന്ററി മാത്സ് പഠിക്കുന്നവരും മെയിൻ മാത്സ് പഠിക്കുന്നവരും ഡിഗ്രി ലെവലിലും മെട്രിക്സ് തിയറി പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കാര്യങ്ങൾ നമ്മൾ 1-2 വീഡിയോയിലായിട്ട് ആ തിയറി കംപ്ലീറ്റ് ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ചെയ്തു തീർക്കും, കാരണം എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. അപ്പോൾ ഏകദേശം ഒരു 10 ദിവസമാണ് ഇനി ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഗ്രൂപ്പിൽ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ MC എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 75 ക്വസ്റ്റ്യൻ മെൻ്റൽ എബിലിറ്റി ആണ്. അവിടെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ട് ഫാസ്റ്റ് ആക്കുക. നിങ്ങൾക്ക് അത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ശ്രമിക്കണം. അതുപോലെ നമ്മുടെ ടോപ്പിക്കുകൾ നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാണ് വീഡിയോയിൽ കുറച്ച് ഡിലേ വന്നത്. ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വീഡിയോസ് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് കേൾക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് എന്ത് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് മെട്രിക്സ് തിയറി ആണ്. അപ്പോൾ മെട്രിക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, മെട്രിക്സ് എന്ന് പറയുന്നത് സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മെട്രിക്സ് സ്ക്വയർ മെട്രിക്സും ഉണ്ട്, അതുപോലെ തന്നെ റെക്ടാങ്കുലർ മെട്രിക്സും ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് മെട്രിക്സിനെ കുറിച്ചിട്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പറയുന്നത് രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ മെട്രിക്സുകൾ ഈക്വൽ ആവുക എന്നാണ്. ഇപ്പോൾ നമ്മളൊരു മെട്രിക്സ് തരികയാണെങ്കിൽ, A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ആ മെട്രിക്സ് ഇപ്പോൾ 2, 3, 4, 5 എന്ന് തന്നു. ഇങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു കഴിഞ്ഞാൽ ഈ മെട്രിക്സിന് ആദ്യം നമ്മൾ എടുക്കേണ്ടത് അതിന്റെ ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോ, പിന്നെ എന്താണ്, കോളാണ്. ഈ മെട്രിക്സിന്റെ ഓർഡർ 2 by 2 ആണ്. അപ്പോൾ നമ്മൾ വേറൊരു മെട്രിക്സ് പറയുമ്പോൾ ഇപ്പോൾ എന്താണ്, B എന്ന് പറയുന്ന ഒരു മെട്രിക്സ് പറയുകയാണെങ്കിൽ ആ മെട്രിക്സ് 2, 3, 5, 8, 1, 7 ആണ് ഉള്ളതെങ്കിൽ ഈ മെട്രിക്സിന്റെ ഓർഡർ 3 റോയും 2 കോളും ആണ്. അപ്പോൾ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3 by 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവണമെങ്കിൽ ആ മെട്രിക്സുകളുടെ ഓർഡർ ഫസ്റ്റ് എന്താവണം, സെയിം ആവണം. അതിനുശേഷം അതിൻ്റെ അകത്ത് വരുന്ന കറസ്പോണ്ടിങ് എൻട്രീസ് എന്തായിരിക്കണം, ഈക്വൽ ആവണം. ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവില്ല, കാരണം എന്താണ്, ആ മെട്രിക്സുകൾ ഓർഡർ സെയിം അല്ല. ഓക്കെ, ആദ്യം ഓർഡർ സെയിം ആവാം, പിന്നെ അതിന് ശേഷം എന്ത് ചെയ്യുക, മെട്രിക്സിലെ എൻട്രീസ് എന്താവണം, സെയിം ആവണം. ഓക്കെ, അപ്പോഴാണ് നമ്മൾ മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി അതേപോലെ നമ്മൾ പിന്നെ അറിയേണ്ട ഒരു കാര്യമാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഒരു 2, 3 A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ 2 by 2 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയഗണൽ എൻട്രീസ് മാത്രമേ എന്തുണ്ടാവും, നോൺ സീറോ നമ്പേഴ്സ് ഉണ്ടാവും, ബാക്കിയെല്ലാം എന്തായിരിക്കും, 0 ആണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്, ഡയഗണൽ മെട്രിക്സ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡയഗണലിനെ നമ്മൾ പ്രിൻസിപ്പൽ ഡയഗണൽ എന്നാണ് പറയാ. ഇനി എന്ത് ചെയ്യാം, ഇങ്ങനെയും എടുക്കാറുണ്ട്. ഓക്കെ, അത് ഡയഗണലിന് മാത്രമാണ് പറയുന്നത്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി, ചെറിയ കൺസെപ്റ്റ് ആണ്, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, രണ്ട് ഡയഗണൽ മെട്രിക്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് വന്നു. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ 2, 0, 0, 8 വന്നു. B എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് ചെയ്യാണ്, 5, 0, 0, 8 തന്നു കഴിഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ വേണം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡയഗണൽ എൻട്രീസ് മാത്രം ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മൾ മെട്രിക്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലറും ഉണ്ട്, ലോവർ ട്രയാങ്കുലറും ഉണ്ട്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ, ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ 2, 3, 5, 0, 1, 8, 0, 0. ഈ ഒരു മെട്രിക്സ് നമുക്ക് എന്ത് പറയാൻ പറ്റും, അപ്പർ ട്രയാങ്കുലർ എന്ന് പറയാൻ പറ്റും. ഇവിടെ എന്താ, പ്രിൻസിപ്പൽ ഡയഗണലിന്റെ അതിന്റെ മുകളിൽ മാത്രമാണ് എന്തുള്ളത്, നോൺ സീറോ എലമെന്റ്സ് ഉള്ളത്. ബാക്കിയൊക്കെ എന്താണ്, 0 എലമെന്റ്സ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഇതിനെ നമുക്ക് അപ്പർ ട്രയാങ്കുലർ എന്ന് പറയും. ഇതേപോലെ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ട്. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് 2, 8, 1. ഇവിടെ മാത്രമാണ് എന്തുണ്ടാവുക, 2, 1, 3 അല്ലെങ്കിൽ 0. ഓക്കെ, ഇവിടെയൊക്കെ എന്തായിരിക്കും, ഈ എൻട്രീസ് ഒക്കെ എന്താണ്, 0 ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻസിപ്പൽ ഡയഗണൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ താഴെ മാത്രമേ എന്തുള്ളൂ, നോൺ സീറോ എൻട്രി ഉള്ളൂ. മുകളിലൊക്കെ എന്താണ്, 0 എൻട്രീസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് പറയാറുണ്ട്, ലോവർ ട്രയാങ്കുലർ എന്ന് പറയാറുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഒരു മെട്രിക്സ് A എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നു.
എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നാൽ, ഇപ്പൊ ഞാനൊരു 2x2 മെട്രിക്സ് എടുക്കാം. ഇവിടെ 2 5 5. ഓക്കെ, ഇനി ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുക്കുന്നു. ആ മെട്രിക്സിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 5 6 3 7 ഇതേ കാര്യങ്ങൾ തന്നെ ഇവിടെ വരിക. ഇപ്പൊ ഈ രണ്ട് മെട്രിക്സുകൾ എടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് മെട്രിക്സുകളുടെയും ട്രാൻസ്പോസ് നിങ്ങൾ എടുത്തു നോക്കുക. ട്രാൻസ്പോസ് എടുക്കുമ്പോൾ എന്താ വരിക, ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെയാ കാണാം, അതിന്റെ റോ എന്ത് ചെയ്യുക, കോളാക്കിട്ട് ചെയ്തോ. അപ്പൊ ഇവിടെ റോ കോളാക്കിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 2 5. ഈ റോനെ കോളാക്കിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും, 5 3 ആണ്. ഇത് രണ്ടും എന്താണ്, സെയിം ആണ്. അപ്പൊ ഇങ്ങനെ സെയിം ആയിട്ട് വരുമ്പോ നമ്മൾ എന്താ പറയാ, ഈ മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു മെട്രിക്സ് എടുത്തു, അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് എന്താണ്, ആ ട്രാൻസ്പോസ് എ തന്നെയാണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയും, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഓക്കെ, എ തന്നെയാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയാ, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയണം. ഓക്കെ, ഇത് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. എന്താണ്, ഇതും എന്ത് തന്നെയായിട്ടുള്ള സിമെട്രിക് മെട്രിക്സ് ആണ്. നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, ഇവിടെ ഞാൻ എഴുതുന്നില്ല കാരണം താഴോട്ട് കാണില്ല. അപ്പൊ എന്ത് ചെയ്യാണ്, ഇവിടെ ഇത് റോ എന്ത് ചെയ്യുക, കോളാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ ഈ കോളം വരും. ഇതിനെ എടുത്തിട്ട് കോളാക്കി എഴുതി കഴിഞ്ഞാൽ ഇത് തന്നെ വരിക. ഇതിനെ എടുത്തിട്ട് കോളാക്കി കഴിഞ്ഞാൽ അത് വരും, ഇത് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതെന്താണ്, സിമെട്രിക് ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു -a ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള മെട്രിക്സ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ മൈനസ് ആണെങ്കിൽ എന്തായിരിക്കും, ഇവിടെ എന്തായിരിക്കും, പോസിറ്റീവ് ആണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും എന്തായിരിക്കും, 0 ആണ്. ഓക്കെ, അപ്പൊ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും എന്താണ്, അതിന്റെ ഡയഗണൽ എൻട്രീസ് എന്താവണം, ആദ്യം 0 ആണ്. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം, ഇതിന്റെ നെഗറ്റീവ് ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഈ രീതിയിലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എഴുതി കഴിഞ്ഞാൽ എന്താ വരിക, എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, ഇതിനെ കോളാക്കി എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, 5 സോറി ഇവിടെ 0 0നെ കോളാക്കി എഴുതി കഴിഞ്ഞാൽ 0 -5. ഇതിനെന്താണ്, ഇതിനെ കോളാക്കി എഴുതുന്ന സമയത്ത് എന്ത് വരും, 0 5. അപ്പൊ നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ, ഈ മെട്രിക്സിന് മൈനസ് കൊണ്ട്, ഇതിപ്പോ എന്താ കിട്ടുന്നത്, -a എന്നാ കിട്ടുക. കാരണം ഈ മെട്രിക്സിനെ ഞാൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ എൻട്രീനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതുപോലെ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ആയി, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നെഗറ്റീവ് ആയി, ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയതുകൊണ്ട് എന്തില്ല, ഒരു മാറ്റം. ഇനി ഇതേപോലെ ഞാൻ ഇതിന്റെ ട്രാൻസ്പോസ് എഴുതി കാണിച്ചു തരാം. ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എഴുതുമ്പോൾ എന്താ വേണ്ടത്, ഈ റോനെ എടുത്തിട്ട് കോളാക്കിട്ട് ചെയ്താൽ അപ്പൊ എന്ത് വരും, 0 5 6 വരും. ഇതിനെ എടുത്തിട്ട് കോളാക്കിട്ട് ചെയ്താൽ അപ്പൊ എന്ത് വരും, -5. പിന്നെ എന്താ വരിക, 0 -7 വരും. ഇതിനെ എടുത്ത് കോളാക്കിട്ട് എഴുതി കഴിഞ്ഞാൽ 6 7 0. ഓക്കെ, ഇതാണ് എന്ത്, ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇതെന്താണ് ശരിക്ക്, ബിയുടെ നെഗറ്റീവ് ആണ്, ഇത് -b ആണ് ശരിക്കും വരുന്നത് അല്ലെ. നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആ മെട്രിക്സിന്റെ, നേരത്തെ തന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് ആണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ എന്താ പറയാ, സ്ക്യൂ സിമെട്രിക് ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്ക്യൂ സിമെട്രിക് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കണം, ഡയഗണല്. കാരണം നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മാറാതെ നിൽക്കുന്ന ഒരാളാരാ, ഡയഗണൽ. അപ്പൊ അവിടെ നെഗറ്റീവ് വരണമെങ്കിൽ എന്ത് ചെയ്യാം, നെഗറ്റീവിന്റെ മാറ്റം വരണമെങ്കിൽ അതെന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി, ഈ മെട്രിക്സ് ഇതിനെ എന്ത് ചെയ്യാണ്, ബിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, ഇവിടെ നെഗറ്റീവ് വരും, ഇവിടെ നെഗറ്റീവ് വരും. ഓക്കെ, ശരിയാണ്. ഇവിടെ എന്താണ്, പോസിറ്റീവ് വരും അല്ലെ. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് പോസിറ്റീവ് ആവും, പിന്നെ എന്താണ്, ഇതും പോസിറ്റീവ് ആവും, ഇതെന്താവും, നെഗറ്റീവ്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്, -b ആണ്. ഇങ്ങനെ വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ തൊട്ടടുത്ത ആളെയാണ് എടുക്കാൻ പോകുന്നത്, ഹെർമീഷ്യൻ മെട്രിക്സസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ എടുക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും, എ കിട്ടും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് ഒരു മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാ കോൺജുഗേറ്റ് എടുക്കുക, കോംപ്ലക്സ് നമ്പർ എൻട്രീസ് വരുമ്പോഴാണ്. കോൺജുഗേറ്റ് എടുത്തിട്ട് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാണ്, ആരെ കിട്ടുന്നു, അതേ മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താ, ഹെർമീഷ്യൻ മെട്രിക്സ്. അത് ഇത് കൂടുതലും ഡീൽ ചെയ്യുന്നത് മെട്രിക്സിനകത്തുള്ള എൻട്രീസ് കോംപ്ലക്സ് നമ്പർ വരുമ്പോഴാണ് നമ്മൾ ഇത് പറയുന്നത്. കാരണം ഈ കേസിൽ എന്താണ്, നമ്മൾ ഒരു മെട്രിക്സിന്റെ എൻട്രീസ് കംപ്ലീറ്റ് എന്താണ്, ഈ കേസിൽ എല്ലാ എൻട്രീസും എന്താണ്, റിയൽ നമ്പർ ആണ്. പിന്നെ അവിടെ കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ സെയിം സാധനം കിട്ടും. അതിന്റെ ട്രാൻസ്പോസ് എന്ത് ചെയ്യാണ്, എക്ക് ഈക്വൽ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സിമെട്രിക് എന്ന് പറയും. അപ്പൊ ഇവിടെ ശരിക്കും സിമെട്രിക്കിന്റെ കോംപ്ലക്സ് കേസ് ആണ് എന്ത്, ഹെർമീഷ്യൻ മെട്രിക്സ് ആണ്, ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നോക്കാതെ എങ്ങനെയാ വരിക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെട്രിക്സ് എടുക്കുന്നു, എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എടുക്കുന്നു. ആ എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ എടുക്കുന്നത്, ഇവിടെ ഞാൻ 2 എടുത്തു. ഓക്കെ, ഇവിടെ എന്താണ്, 2 + 3i എടുത്തു. ഇവിടെ എന്താണ്, 5 -
4i എടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു 5 + 4i എടുക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു ഒരു 6 എടുക്കുന്നു. ഇനി ഇവിടെ എന്ത് ചെയ്യാണ് ഞാനൊരു 6 - 8i എടുക്കുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു 2 + 3i. ഇവിടെ 5 + 4i. ഇവിടെ ഞാൻ എടുക്കുന്നത് 6 + 8i. പിന്നെ എന്താണ് ഇവിടെ 7 എടുത്തു. ഞാനൊരു മെട്രിക്സ് എടുത്തു ഇവിടെ. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ എന്താ പറഞ്ഞത്, എയുടെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. അപ്പൊ എയുടെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും എന്ത് ചെയ്യുക, കോൺജുഗേറ്റ് എടുക്കുക. അതിനകത്തുള്ള എല്ലാ ആൾക്കാരുടെയും എന്ത് ചെയ്യുക, കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് 2ന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 റിയൽ നമ്പർ ആയതുകൊണ്ട് അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ്. പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും 2 - 3i എന്ന് വരും. പിന്നെ ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക 5 + 4i എന്നാണ് വരിക. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 + 3i എന്ന് വരും. ഓക്കെ, ഇതിന്റെ കോൺജുഗേറ്റ് 6 ആയതുകൊണ്ട് റിയൽ നമ്പർ ആയതുകൊണ്ട് അത് തന്നെയാണ് വരിക. പിന്നെ എന്താണ് 6 + 8i വരും. ഇവിടെ എന്താ വരിക 5 - 4i എന്ന് വരും. ഇവിടെ എന്താ വരിക 6 - 8i എന്ന് വരും. ഇവിടെ എന്താ വരിക 7 ആണ് വരും. ഓക്കെ, ഇനി എന്താണ് ഇവിടെ അതിന്റെ ട്രാൻസ്പോസ്, അതായത് കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് ഞാൻ എഴുതാണ്. കോൺജുഗേറ്റിന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ട്രാൻസ്പോസ് എങ്ങനെ എഴുതാം 2 - 3i. പിന്നെ എന്താണ് 5 + 4i. പിന്നെ എന്താണ് ഇതിനെ കോളാക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ 2 + 3i. പിന്നെ എന്ത് വരുന്നു 6. പിന്നെ എന്താണ് 6 + 8i. പിന്നെ ഈ റോനെയാണ് എന്ത് വരും 5 - 4i. പിന്നെ എന്താണ് ഈ റോയാണ് 6 - 8i. പിന്നെ എന്ത് വരും 7 വരും. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇത് ആര് തന്നെയാണ്, എ തന്നെയാണ്. ഇങ്ങനെ വരുന്ന മെട്രിക്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെർമീഷ്യൻ മെട്രിക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു മെട്രിക്സ് എടുക്കും, ആ മെട്രിക്സ് ഡയഗണൽ എപ്പോഴും ഒരു മെട്രിക്സ് ഹെർമീഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ ഡയഗണൽ എപ്പോഴും എന്തായിരിക്കണം, റിയൽ നമ്പർ ആയിരിക്കണം. നിങ്ങൾ നോക്കി, ഇത് റിയൽ നമ്പർ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഇതിന്റെ കോൺജുഗേറ്റ് എടുക്കുന്ന സമയത്ത് കൂടെ 2 + 2i ആണെങ്കിൽ അതെന്താകും -2i. എന്ത് ചെയ്യില്ല, ഡയഗണൽ ഒരു അത് തന്നെ വേറെ ഇടത്തേക്ക് മാറിപ്പോകില്ല. അപ്പൊ എന്ത് സംഭവിക്കും, ഈക്വൽ ആവാത്ത പ്രശ്നം. ഓക്കെ, അങ്ങനെ കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു മെട്രിക്സ് ഹെർമീഷ്യൻ ആവണമെങ്കിൽ അതിന്റെ ഡയഗണൽ എപ്പോഴും എന്തായിരിക്കണം, റിയൽ നമ്പർ ആയിരിക്കും. ഓക്കെ, ഹെർമീഷ്യൻ ആണെങ്കിൽ എന്തായിരിക്കും, എപ്പോഴും എന്താണ്, ഇത് റിയൽ നമ്പർ ആയിരിക്കും. അതിന്റെ ഡയഗണൽ എൻട്രീസ് എപ്പോഴും റിയൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് എന്ത് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറയുന്ന കേസ് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതേ കൺസെപ്റ്റ് തന്നെയുണ്ട്. എന്താണ് ഇതേ കൺസെപ്റ്റ് തന്നെ, ചെറിയ മാറ്റം വരും. അതായത് സ്ക്യൂ സിമെട്രിക് എന്നുള്ളതിന്റെ എടുക്കുക. എന്താണ് സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, എയുടെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ആര് വരണം, ഇവിടെ കാണിക്കാം. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇങ്ങനെയാണ് എഴുതിയിട്ട്. ഓക്കെ, അപ്പൊ എഴുതുമ്പോൾ വളരെ എളുപ്പമാണ്. ഇവിടെ എഴുതിയതിന്റെ എന്താണ് കോൺജുഗേറ്റിന്റെ നെഗറ്റീവ് ഇവിടെ എഴുതുക, ഇവിടെ എഴുതിയതിന്റെ കോൺജുഗേറ്റിന്റെ നെഗറ്റീവ് ഇവിടെ എഴുതുക, ഇവിടെ എഴുതിയതിന്റെ കോൺജുഗേറ്റിന്റെ നെഗറ്റീവ് നമ്മൾ ഇവിടെ എഴുതും. പിന്നെ എന്തായിരിക്കണം, ഡയഗണൽ എൻട്രീസ് എപ്പോഴും എന്തായിരിക്കണം, ഒന്നിക്കൽ 0 ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം പ്യുവർലി ഇമാജിനറി ആയിരിക്കണം. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് നമ്മൾ ഇവിടെ എഴുതുന്ന സമയത്ത് ഇതിന്റെ കോൺജുഗേറ്റ് എഴുതി, ഇതിന്റെ കോൺജുഗേറ്റ് എഴുതി, ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എഴുതി, ഇതിന്റെ കോൺജുഗേറ്റ് നമ്മൾ എഴുതി, ഇതിന്റെ കോൺജുഗേറ്റ് നമ്മൾ ഇവിടെ എഴുതി, ഇതിന്റെ കോൺജുഗേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഫ്രണ്ടിലുള്ള സൈൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റിയത്. ഇനി അതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്ന സമയത്ത് കിട്ടിയത് നമുക്ക് എന്താണ്, അതാണ് കേട്ടോ. ഇനി ട്രാൻസ്പോസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ഏന മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഏന മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ക്യൂ ഹെർമീഷ്യൻ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഡയഗണൽ എൻട്രീസ് ഒന്നിക്കൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും പ്യുവർലി ഇമാജിനറി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പിന്നെയുള്ളത് ഡിറ്റർമിനൻസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എന്താണ്, ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണുക എന്നുള്ളത് മെട്രിക്സ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്തതിൽ വരുന്നത് എന്താണ്, ഡിറ്റർമിനൻസ് ആണ്. അപ്പൊ ഡിറ്റർമിനൻസിൽ നമ്മൾ പറയുന്നത് ഒരു മെട്രിക്സ് വന്നിട്ട് ഒരു സ്ക്വയർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മള് MSc ഡിറ്റർമിനന്റ് ഫംഗ്ഷൻ ആയിട്ട് കാണണം, മെട്രിക്സ് ഡൊമൈനിലും അതിനെന്ത് ചെയ്യാം, റിയൽ നമ്പറിലേക്ക് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് കാണണം. MC എൻട്രൻസ് ചെയ്യുന്നവർ ജസ്റ്റ് ഓരോ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്തായിട്ട് കണ്ടാൽ മതി, നമ്പർ ആയിട്ട് കണ്ടാൽ മതി ഡിറ്റർമിനന്റ്. അപ്പൊ 2x2 മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ 2, 3 ചിലപ്പോൾ എന്ത് ചെയ്യാം, ഡിറ്റർമിനന്റ് കാണാൻ ഡയറക്റ്റ് ചോദിച്ചോളി. അപ്പൊ ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ എയുടെ ഡിറ്റർമിനന്റ് നമ്മളോട് കാണാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. 5 മൈനസ് എന്ത് വരും 4 3 വരും. ഇതാണ് എന്ത് ഇതിന്റെ ആൻസർ.
ഇതിന് ആൻസർ എന്ത് വരും 10 മൈനസ് 12 10 മൈനസ് 12 ഈസ് ഈക്വൽ ടു എന്താണ് -2. ഓക്കെ, ഇതാണ് എന്ത് ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു മെട്രിക്സ് എടുക്കുകയാണ്, എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന മെട്രിക്സ് 3x3 മെട്രിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ 2 3 5 6 1 8 1 0 3 ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി നമ്മളോട് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ 2 എന്ന് എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക ഡിറ്റർമിനന്റ് ഓഫ് ആ കോളും റോ ഒഴിവാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ്, അതായത് 1 8 0 3 വരും. പിന്നെ എന്ത് ചെയ്യുക, അടുത്ത സൈന് മൈനസ് ആണ്, മൈനസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക 3, ഓക്കെ, പ്ലസ് മൈനസ് പിന്നെ പ്ലസ് ആവില്ല. ഓക്കെ, എന്ത് ചെയ്യുക ആ കോളും റോയും നമ്മൾ ഒഴിവാക്കുക, എന്നിട്ട് എന്ത് വരും 6 8 1 3 എന്ന് വരാം. പിന്നെ അടുത്ത് എന്ത് വരും പ്ലസ് 5 ഇൻറ്റു ഇത് എഴുതുക, മൂന്നാമത്തെ എൻട്രി എഴുതുക, ആ കോളും റോയും ഒഴിവാക്കുക, എന്നിട്ട് എന്ത് വരും 6 1 1 0 എന്ന് വരും. ഓക്കെ, ഇതിന്റെ എന്ത് ചെയ്യുക വാല്യൂസ് നമ്മൾ കണ്ടെത്തിയാൽ മതി. ഇപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇവിടെ 2 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്താ വരിക 1 ഇൻറ്റു 3 3 മൈനസ് 0 എന്ന് വരും അല്ലേ, കാരണം എന്താ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. ഇനി അതേപോലെ തന്നെ അടുത്ത ചെയ്യുമ്പോൾ -3 ഇൻറ്റു ഇതിന്റെ കാണുമ്പോൾ എന്താ വരിക 18 മൈനസ് 8 എന്ന് വരും. ഓക്കെ, പിന്നെ എന്താ വരിക +5 ഇൻറ്റു ഇത് ചെയ്യുന്ന സമയത്ത് എന്താ വരിക 0 മൈനസ് 1 എന്ന് വരും. ഇവിടെ എന്താ വരിക 6, ഇവിടെ മൈനസ് ഉണ്ട്, ഇവിടെ എന്താ വരിക 30 വരിക, 10 ഇൻറ്റു 3 30 വരും. പിന്നെ എന്താണ് ഇവിടെ -5 എന്ന് വരും, ആഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര വരിക 6 മൈനസ് 35 എന്ന് വരും, അത്ര -29 എന്ന് വന്നിട്ട് ആൻസർ വരും. അത് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെയുള്ളത് ഒരു മെട്രിക്സിന്റെയും അതിന്റെ എന്താണ് ട്രാൻസ്പോസിന്റെയും ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സെയിം ആണ്. അതുപോലെ ഒരു മെട്രിക്സിന്റെ കോൺജുഗേറ്റിന്റെ അല്ല ഒരു മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എടുത്ത് അതിന്റെ ട്രാൻസ്പോസ് കാണുന്നതും ആ മെട്രിക്സിന്റെ ഒരു മെട്രിക്സിന്റെ കോൺജുഗേറ്റ് എടുത്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് കാണുന്നതും അതുപോലെ ഒരു മെട്രിക്സ് എന്ത് ചെയ്യുക ഡിറ്റർമിനന്റ് കാണും, ആ ഡിറ്റർമിനന്റിന്റെ കോൺജുഗേറ്റ് കണ്ടുപിടിച്ചാലും എന്താണ് സെയിം ആണ്. ഓക്കെ, പിന്നെ അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് ഹെർമീഷ്യൻ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും റിയൽ ആയിരിക്കും. ഒരു ഹെർമീഷ്യൻ മെട്രിക്സ് എടുത്തിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ അത് എപ്പോഴും എന്താണ് വരിക റിയൽ നമ്പർ ആണ് വരിക. പിന്നെ എ എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, ആ എ എന്ന് പറയുന്ന മെട്രിക്സിന് ഒരു നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായിരിക്കും സിമെട്രിക് തന്നെയായിരിക്കും. പിന്നെ എ എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്തായിരിക്കും എല്ലാ എൻട്രീസിനും ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സ്ക്യൂ സിമെട്രിക് തന്നെയാണ്. പിന്നെ എ എന്ന് പറയുന്നത് ഹെർമീഷ്യൻ മെട്രിക്സ് ഏത് കാറ്റഗറിയാണ്, ഈ കാറ്റഗറി ആണെങ്കിൽ അതിന് നമ്മൾ ഐ എന്ന് പറയുന്ന വാല്യൂ, ഐ എന്ന് പറഞ്ഞാൽ √-1 ആണ്, അതായത് കോംപ്ലക്സ് നമ്പർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഐ കൊണ്ട് നമ്മൾ അതിന്റെ എല്ലാ എൻട്രീസിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്തായിട്ട് മാറും സ്ക്യൂ ഹെർമീഷ്യൻ ആയിട്ട് മാറും. അതുപോലെ ഒരു മെട്രിക്സ് സ്ക്യൂ ഹെർമീഷ്യൻ ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാം നമ്മൾ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എന്ത് മെട്രിക്സ് ആയിട്ട് മാറും ഹെർമീഷ്യൻ മെട്രിക്സ് ആയിട്ട് മാറും. അപ്പോൾ ഇത്രയാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു, കാരണം ഇതിന്റെ സീരീസ് അടുത്ത ക്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക മെട്രിക്സിന്റെ തിയറികൾ കുറച്ചുകൂടെ പറയാനുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ തിയറി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് മെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും നമ്മൾ എന്ത് ചെയ്യാണ് പറയാനുണ്ട്, കാരണം മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം മെട്രിക്സ് ഡിറ്റർമിനന്റ് അതുപോലെ ഏഗൻ വാല്യൂ ഏഗൻ വെക്ടർ ഈ ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യാണ് MC എൻട്രൻസിനും MSc ആണെങ്കിലും ഡിഗ്രി ലെവലിലും അതുപോലെ എന്താ കോംപ്ലിമെന്ററി പഠിക്കുന്നവരും എന്ത് ചെയ്യുന്ന ഡിഗ്രി ലെവലിൽ മെയിൻ പഠിക്കുന്നവരും കോംപ്ലിമെന്ററി പഠിക്കുന്നവരും എന്ത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. നിങ്ങൾ തൊട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് MCയുടേതായാലും MScയുടേതും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഗം നല്ല തറവായിട്ട് മനസ്സിലാക്കാം. ഇതിന്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നമുക്ക് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.